നമസ്കാരം. അനാഥരും ആലംബഹീനരുമായ ആൾക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അനാഥാലയങ്ങളൊക്കെ ഉള്ളത്. ഭാഗ്യത്തിന് നമ്മുടെ സർക്കാരിനും ചില സമിതികൾക്കുമൊക്കെ ഒത്തിരി അനാഥാലയങ്ങളുണ്ട്. ശിശുക്ഷേമ സമിതിക്കുമുണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പല കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ അച്ഛനും അമ്മയും ഇല്ലാത്ത, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് നോക്കാനോ ശ്രദ്ധിക്കാനോ കഴിയാത്ത കുഞ്ഞുങ്ങളെയാണ് ശിശുക്ഷേമ സമിതികളിൽ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കുന്നവർക്ക് വേണ്ട സംരക്ഷണവും ആഹാരവും വെള്ളവും മരുന്നും ഒക്കെ കൊടുക്കുന്നത് ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരാണ്. ഈ ജീവനക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ദിവസവേതനത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത്. ഈ ദിവസവേതനത്തിൽ ജോലി ചെയ്യുമ്പോഴുള്ള കാര്യം, അവിടെയുള്ള ഓഫീസർമാരെ മണിയടിച്ചും അതിൻ്റെ ഭരണസമിതിയെ മണിയടിച്ചുമാണ് ഇവരൊക്കെ മുൻപോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിൽ 103 ആണുള്ളത്. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും ദിവസവേതനക്കാരാണ്. നമ്മൾ നേരത്തെ ശിശുക്ഷേമ സമിതിയെ പറ്റിയൊക്കെ 2-3 വർഷം മുമ്പ് സജീവ ചർച്ച ചാനലിൽ കാണുകയും അന്ന് ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിച്ച ആൾക്കാരൊക്കെ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് ചർച്ചയിൽ നിന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെയൊക്കെ ഡോക്ടറേറ്റിനെ പറ്റിയൊക്കെ പിന്നീട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശിശുക്ഷേമ സമിതികളൊക്കെ തന്നെ ഭരിക്കുന്നത് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളായ രാഷ്ട്രീയക്കാരാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കോട്ടവും. ഒരു രാഷ്ട്രീയ ഉപദേശക സമിതിയൊക്കെ ഉണ്ടാകാം, പക്ഷെ ഭരണം തന്നെ അവരെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 1 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവിടുത്തെ ഒരു ആയ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുറേ പാടുകളും മുറിവുകളും, ജനനേന്ദ്രിയത്തിൽ വരെ മുറിവ് കണ്ടെത്തി. അവരുടൻ തന്നെ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി വിവരം അറിയിക്കുകയും ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയായ അരുൺ ഗോപി മ്യൂസിയം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും കുഞ്ഞിനെ തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പരിശോധിക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞ് മൃഗീയ ക്രൂരതയ്ക്ക് പാത്രമായി എന്ന് അറിയുന്നത്. കുഞ്ഞിനെ പുറത്തുനിന്ന് വന്ന ആരുമല്ല ഈ പറഞ്ഞ രീതിയിൽ കുഞ്ഞിൻ്റെ ശരീരത്ത് മുറിവുണ്ടാക്കിയതും ജനനേന്ദ്രിയത്തിൽ നഖം വെച്ച് ഞുള്ളിയതും ഒക്കെ. ഈ കുഞ്ഞിനെ പരിചരിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതിൽ വെച്ച് ഒരു സ്ത്രീ, അവരുടെ പേര് എന്ന് പറയുന്നത് അജിത എന്നാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. അവരും അജിതയും മഹേശ്വരിയും സിന്ധുവുമാണ് പ്രതികളായി വന്നത്. ഇവരെ മ്യൂസിയം പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കുകയും ഇപ്പോൾ അവർ റിമാൻഡിലുമാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആയമാരൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിര നിയമനം പോലെ വർഷങ്ങളായി ഇവർ തന്നെയാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നത്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുമ്പോൾ സർക്കാരിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി ലാഭങ്ങളുണ്ട്, സർക്കാരിന് ഒത്തിരി സാമ്പത്തിക നേട്ടമുണ്ട്. കൂടാതെ PSCയോ മറ്റ് ഏജൻസി വഴി വരുമ്പോൾ, സ്ഥിര നിയമനത്തിൽ വരുമ്പോൾ അത് ആ ക്രൈറ്റീരിയ തിരിച്ച് പരീക്ഷ നടത്തി, ടെസ്റ്റ് നടത്തി, ഇൻ്റർവ്യൂ നടത്തി വരുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ സർക്കാരിന് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളപ്പോൾ പോസ്റ്റ് ചെയ്യാം, ഇഷ്ടമുള്ള അത്രയും നാൾ നിലനിർത്താം. അവരെന്ത് ചെയ്താലും സർക്കാർ അവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കാണുന്നൊരു കാര്യം. ഈ 3 സ്ത്രീകളാണ് ഈ കുഞ്ഞിനെ, 2.5 വയസ്സുള്ള കുഞ്ഞിനെയോടാണ് ഈ ക്രൂരത ചെയ്തെന്ന് ഓർക്കണം. 5ഉം 2.5 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുള്ള ഒരമ്മ മരിച്ചു. തുടർന്ന് ഭാര്യ മരിച്ച വിഷമത്തിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ശരിക്കും ഈ കുഞ്ഞിനെ വളർത്തി മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ചുമതലയുള്ള പിതാവ് തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടിയതിൻ്റെ ഫലമാണ് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. മിക്ക ഇതേതര സംവിധാനങ്ങൾ, ശിശുക്ഷേമ സമിതികൾ, അനാഥാലയങ്ങൾ, ഇവിടെയൊക്കെ ക്രൂരത നടമാടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ആരോട് പറയാനാണ് ഈ കുഞ്ഞുങ്ങൾ? ആരോട് പറഞ്ഞാൽ അവർക്ക് പ്രതിവിധി കിട്ടും? ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്ക് അടി കിട്ടുമോ, ഇടി കിട്ടുമോ, അല്ലെങ്കിൽ ആഹാരം കിട്ടാതിരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പല രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് എന്ന് കരുതുക. അവരുടെ പണി എന്താണ്? ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷനെ നമ്മൾ കണ്ടതാണ്. ഈ കമ്മീഷനുകളൊക്കെ തന്നെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ വെറും ചട്ടുകങ്ങളായി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവയൊന്നും തന്നെ കാര്യമായി പ്രവർത്തിക്കാത്തത്. നിഷ്പക്ഷമായി ചെയ്യുവാൻ കഴിയുന്ന ഒരാളിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ക്രമപ്രദമായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ
ഇതിനൊന്നുമുള്ള സാഹചര്യം ഭരിക്കുന്നവരോ ഭരിക്കപ്പെടുന്നവരോ ആയ ആൾക്കാർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുകയോ ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ആരോട് പറയാനെന്നായിരിക്കാം ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത്. 2.5 വയസ്സുള്ള കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചതാണ് കുഴപ്പം. അവരെന്തായാലും ജനനേന്ദ്രിയത്തിൽ വിരലുകൊണ്ട് മുറിവുണ്ടാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതിനപ്പുറം ഈ ക്രൂരത ചെയ്ത ഇവരിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരിലും മാതൃത്വമുണ്ട് എന്നാണ് നാം കരുതേണ്ടത്. ഇവർക്കും മക്കളുണ്ടാവും. ആ കുഞ്ഞുങ്ങളോട് ഇവരിങ്ങനെയാണോ ചെയ്തത്? സ്വന്തം മക്കളോട് കാണിക്കുന്നത് പോലും ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ അവരെങ്ങനെയായിരിക്കുമെന്ന് നാം ചിന്തിക്കണം. ഇത് ജോലിക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട്, കൂലിക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്തതായതുകൊണ്ട് അവരോട് എന്തുമാകാമെന്നുള്ളതായിരിക്കാം ഈ സ്ത്രീകൾക്ക് തോന്നിയത്. ഈ കൊടും ക്രൂരതയ്ക്ക് ഒരു കാരണവശാൽ ഇവരെ ഉടനെ ഒന്നും പുറത്തിറക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കരുത് എന്നാണ് ഈ പൊതുസമൂഹം അവരോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത്തരം ക്രൂരതകൾ എല്ലാ അനാഥാലയങ്ങളിലും നടമാടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനാഥാലയങ്ങളുടെ മറവിൽ ഒട്ടനവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ്. പിരിവിന് ഓരോ വീടുകളിൽ ചെന്നിട്ട് ആ പിരിവെടുക്കുന്നതിൽ നിന്നൊരു വിഹിതം കമ്മീഷനായി കൊടുത്ത് പിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവർക്ക് വേണ്ട റേഷൻ പോലും സർക്കാർ നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സർക്കാരിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ നിന്ന് ഒഴിയുവാൻ അനാഥാലയങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് എന്ന് വേണം നാം കരുതേണ്ടത്. എന്തായാലും ഈ കൊടും ക്രൂരതയ്ക്ക് നല്ല ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.